ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 84/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആവും കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്നാണ് കേട്ടോ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജാ കേശവദാസനാണ് കേട്ടോ. രാജാ കേശവദാസൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കേട്ടോ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? റാം മോഹൻ റോയ് ആണ് കേട്ടോ. റാം മോഹൻ റോയ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്നാണ് കേട്ടോ. SCRT ഫാക്ട് ആണ്. ആരാണ്? സൺയാത്സൻ ആണ് കേട്ടോ. സൺയാത്സൻ. കിയരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിയരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? 1851 അവധ് അല്ലെങ്കിൽ ഔദ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ആര്? ഗവർണർ ജനറൽ ആരെന്നാണ് കേട്ടോ. ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്തത്, നാറ്റോ സൈനിക സംഘത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം. നാറ്റോ സൈനിക സംഘത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി സ്വീഡൻ ആണ് കേട്ടോ. അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ ആണ്. 2024 മാർച്ച് 7 കേട്ടോ. 2024 കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കട്ടെ. 2024 മാർച്ച് 7 സ്വീഡന് ഔദ്യോഗികമായി നാറ്റോയിൽ അംഗത്വം നേടിയത് കേട്ടോ. 32ാമത്തെ അംഗരാജ്യമാണ്. 32ാമത്തെ അംഗരാജ്യമാണ് സ്വീഡന്. ഓക്കെ, ഇനി സ്വീഡന് തൊട്ട് മുൻപായിട്ട് 2023 അംഗത്വം നേടിയിട്ടുള്ളത് ഫിൻലാൻഡ് ആണ് കേട്ടോ. 31ാമത്തെ അംഗമായിട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ നാറ്റോ? അതായത് വടക്കൻ അറ്റ്ലാന്റിക് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൈനിക സംഖ്യമാണ് കേട്ടോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോന്റെ ഫുൾ ഫോം. എന്താണ്? വടക്കൻ അറ്റ്ലാന്റിക് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൈനിക സംഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് ഫുൾ ഫോം. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷികമായി ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് കേട്ടോ. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷികമായി ലഭിക്കാനുള്ള കാരണം ഈ തന്നിട്ടുള്ളവയിൽ ഏതെന്നാണ് കേട്ടോ. ഖാസി കുന്നുകളുടെ സാന്നിധ്യം കേട്ടോ. ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. അടുത്തത്, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്? ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1, 2, 3, 4 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. 4 പ്രസ്താവനകളും ശരിയാണ്. 4 പഠിക്കാനുള്ളതാണ് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൽ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്താനാണ് കേട്ടോ. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക എന്നാണ്. ഓക്കെ, ഇതിലേതാണ് ശരിയായിട്ടുള്ള ക്രമം? ഇതാണ് കേട്ടോ. കബനി, ഭവാനി, പാമ്പാർ ആണ്. കബനി, ഭവാനി, പാമ്പാർ. വലുതിൽ നിന്നും ചെറുതിലേക്കാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം എന്നാണ് കേട്ടോ. ശരിയായിട്ടുള്ള ക്രമം ഏതെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ? 2ഉം 4ഉം ആണ്. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്.
ഏതൊക്കെയാണ്? അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് പറയുന്നത്. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ എന്താണ്? നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നു. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നു. ഓക്കെ. പ്രസ്താവന ഒന്നിൽ എന്താണ് തെറ്റ്? ഭൗമാന്തര ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അവസാദ ശില അല്ലെ. ഇവിടെ എന്താ? ഭൗമാന്തര ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ് ആഗ്നേയ ശിലകളാണ്. അവസാദ ശിലകളല്ല, ഇവിടെ ആഗ്നേയ ശിലകൾ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവനയിലോ ഇവിടെ പറഞ്ഞത് ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന മേഖല ഗുട്ടൻബർഗ് പരിവർത്തന മേഖല എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. എന്താണ്? അതായത് ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്ന മേഖല എന്താണ്? മോഹോറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഗുട്ടൻബർഗ് മേഖലയെ മാന്റിലിനെയും കോറിനെയും തമ്മിലാണ് വേർതിരിക്കുന്നത്. മാന്റിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് മേഖല. ഈ ഒരു ഭൂവൽക്കത്തെയും മാന്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മോഹോറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അത് താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതെന്നാണ് കേട്ടോ. ഇതിൽ അല്ലാത്ത വാതകമാണ് ചോദിച്ചിട്ടുള്ളത്, നൈട്രജൻ ആണ് കേട്ടോ. ബാക്കി ഓസോൺ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. 12ാമത് ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ചെനാബ് പാലത്തെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് തന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 4 പ്രസ്താവനകളും ശരിയാണെന്നാണ് കേട്ടോ. അതായത് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. അതുപോലെ ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1115 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. 4 പ്രസ്താവനകളും ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് കേട്ടോ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുക? ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ കേട്ടോ. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. അടുത്തത് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെ എന്താ പറയുന്നത്? ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെ എന്താണ് പറയുന്നത്? സർചാർജ് എന്നാണ് കേട്ടോ. സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 50ാം വർഷത്തിൽ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി ട്ടോ. അങ്ങനെ പഠിക്കാം. അടുത്തത് താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാം ശരിയാണെന്നാണ് കേട്ടോ ആൻസർ. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണത്തെ പറ്റി പഠിക്കാനുള്ളതാണ്. കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായത്തെ പറ്റി പഠിക്കാനുള്ള കമ്മിറ്റി ആയിരുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണെന്ന് കേട്ടോ. എന്താണ്? യോഗക്ഷേമം വഹാമ്യഹം അല്ലെങ്കിൽ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഏതിൻ്റെതാണ്? LICയുടെ ആപ്തവാക്യമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം അല്ലെങ്കിൽ യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. 19ാമത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതെന്നാണ് കേട്ടോ. മൗലിക കടമകളിൽ പെടാത്തതാണ് ഏതാണ്? ഏതൊക്കെയാണ്? ഓക്കെ, 1, 2, 3, 4 കേട്ടോ. ഇത് 4ഉം ഇതിൽ ഉൾപ്പെടുന്നതല്ല, മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതല്ല. തൊഴിൽക്കാരെ അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലയിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക, ഇതൊന്നും എന്താണ്? മൗലിക കടമകളിൽ പെടുന്നതല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ചേരുംപടി ചേർക്കുക. ഇതില് ശരിയായിട്ടുള്ള ക്രമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഒന്ന് നോക്കാം.
ഭരണഘടനയുടെ 27-ാം വകുപ്പിൽ എന്താ പറയുന്നത്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് എന്തിൽ പറയുന്നത്? ഭരണഘടനയുടെ 27-ാം വകുപ്പിൽ മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. 18-ാം വകുപ്പിൽ പറയുന്നതോ? 18-ാം വകുപ്പിൽ പറയുന്നത് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് 18-ാമത്തെ കേട്ടോ. ആർട്ടിക്കിൾ 18 സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ്. ഭരണഘടനയുടെ 13-ാം വകുപ്പിലും കോടതിയുടെ പുനരവലോകനാധികാരാണ്. ഭരണഘടനയുടെ 226-ാം വകുപ്പിലാണ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്നത്. ഭരണഘടനയുടെ 226-ാം വകുപ്പാണ് കേട്ടോ. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 21-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതാ? ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ ആണ് കേട്ടോ. 3-ാമത്തതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഏതൊക്കെ ശരി നോക്കാം. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും എന്നുള്ളത് പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. 3-ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. 3-ാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ എന്താ തെറ്റ്? ഭരണഘടനയുടെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത്? ഭാഗം 2-ലാണ് കേട്ടോ. എന്നാൽ പ്രസ്താവനയിൽ 3 എന്നാണുള്ളത് അല്ലെ. ഭാഗം 2-ലാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. 86-ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ്? എ, ബി, സി, ഡി 4 പ്രസ്താവനകളും ശരിയാണ്. 86-ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഭേദഗതി. ഇപ്പൊ ഈ 4 പ്രസ്താവനകളും 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ഇതില് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ക്രമം. അത് ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നത് വകുപ്പ് 280-ലാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് വകുപ്പ് 324-ലാണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി പറയുന്നത് 148-ലാണ്. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്നത് വകുപ്പ് 776-ലാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 24-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ്. ഇതില് 3-ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത്. ശരിയാണ്. അടുത്തത് സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു എന്നുള്ളതും ശരിയാണ്. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അതും ശരിയാണ് കേട്ടോ. 3-ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താണ് തെറ്റ്? അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് എന്നുള്ളതാണ് തെറ്റ്. പ്രസ്താവന 3-ൽ എന്താണ് തെറ്റുള്ളത്? അതായത് അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് എന്നാണ് അല്ലെ പ്രസ്താവന. ഇവിടെ എന്ത് മിസ്റ്റേക്ക് ആണുള്ളത്? അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര പാർലമെന്റിന് മാത്രമാണ് ഉള്ളത്. അതായത് അവശിഷ്ട അധികാരങ്ങളിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര പാർലമെന്റിന് മാത്രമാണുള്ളത്. ഓക്കെ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമില്ല. കേന്ദ്ര പാർലമെന്റിന് മാത്രമാണുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 25-ാമത്തെ ക്വസ്റ്റ്യൻ. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏതെന്നാണ് കേട്ടോ. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏവ. ഓക്കെ. ഏതാണ് ഉൾപ്പെടാത്തത്? 3 കേട്ടോ ഉൾപ്പെടാത്തത്. കൂട്ടുത്തരവാദിത്വമുണ്ട്. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങളാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. യഥാർത്ഥ ഭരണാധികാരി പ്രധാനമന്ത്രി ആയിരിക്കും. നാമമാത്രമായ ഭരണാധികാരി പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ.
ഓക്കെ, ഈ മൂന്നാമത്തെ പ്രസ്താവന മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്പറേഷൻ അമൃത് ഇമ്പോർട്ടന്റ് ആണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൻ നടപടിയെടുക്കുന്നതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ അമൃതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. 4 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. ആവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല. ഈ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരെന്നാണ് കേട്ടോ. ഇതില് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരെന്നാണ്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ആരാണ്? ഡോക്ടർ സിറിയക് തോമസ് ആണ് കേട്ടോ. ഡോക്ടർ സിറിയക് തോമസ്. ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി TM ഇവരൊക്കെ എന്താണ്? PSC കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ. ഗംഗാധരക്കുറുപ്പ് അദ്ദേഹം കേരള PSC ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ KG അടിയോടിയും സാവൻകുട്ടി TM ഒക്കെ എന്താണ്? PSC ചെയർമാൻ സ്ഥാനത്തിരുന്ന വ്യക്തികളാണ് കേട്ടോ. എന്നാലും ഡോക്ടർ സിറിയക് തോമസോ, അദ്ദേഹം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആണ് കേട്ടോ. അദ്ദേഹം കേരള PSCയുടെ ചെയർമാനായിട്ടില്ല. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറഞ്ഞതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണെന്നാണ് കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാനാണെന്നാണ് കേട്ടോ. അപ്പൊ ആരെ തെരഞ്ഞെടുക്കുവാനാണ്? MLA മാർ കേട്ടോ. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ MLA മാരുടെ തെരഞ്ഞെടുപ്പാണ് എന്ത്? FPTP സമ്പ്രദായത്തിലൂടെയുള്ള തെരഞ്ഞെടുപ്പ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫുൾ ഫോം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് ആണ്. FPTPയുടെ ഫുൾ ഫോം MLA തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് സമ്പ്രദായമാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവാന്നാണ് കേട്ടോ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏവാന്നാണ്. ഓക്കെ, 1ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത് കേട്ടോ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? രൂപീകരിച്ചത് 1964 ഡിസംബർ 3 എന്നുള്ളതാണ് തെറ്റ്. ബാക്കി പ്രസ്താവനകൾക്ക് ശരിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. തെറ്റായിട്ടുള്ള പ്രസ്താവന 1964 ഡിസംബർ 3 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1994 1994 ഡിസംബർ 3 കേട്ടോ. 94 ഡിസംബർ 3 64 അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തവ ഏത് എന്നാണ്. ഇതിൽ ഏതാണ് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? 4 ഉൾപ്പെടാത്തത് കേട്ടോ. ബാക്കി 3 പ്രസ്താവനകൾ നോക്കിക്കേ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. അതുപോലെ സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. 4ാമത്തെ പ്രസ്താവന ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളതാണ് തെറ്റ്. അടുത്തത്, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം. ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? പാർക്കിൻസൺസ് ആണ് കേട്ടോ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് ആണ്.
അടുത്തത് ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതെന്നാണ് കേട്ടോ. ഏതാണ് പ്രോട്ടീൻ? എറിത്രോപോയിറ്റിൻ ആണ്. എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് പ്രോട്ടീൻ ഏതാണ്? ഇതിലേതാണ് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4 ആണ് കേട്ടോ. GLUT4. ഈ GLUT4 എന്നത് എന്താണ്? GLUT4 അതായത് GLUT4 എന്ന പ്രധാനമായിട്ടും പേശികളിലും കൊഴുപ്പ് കോശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഇൻസുലിൻ കോശങ്ങളിലെ ഇൻസുലിൻ റിസപ്റ്ററുകളിൽ ബന്ധിപ്പിക്കുമ്പോൾ കോശത്തിനുള്ളിലിരിക്കുന്ന GLUT4 പ്രോട്ടീനുകൾ കോശസ്തരങ്ങളിലേക്ക് നീങ്ങുകയും ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് കടത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ, ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം ഏതെന്നാണ് ട്ടോ. വൈഡൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന പ്രധാന തത്വം ഇതിലേതാണ്? ഏതാണ്? അഗ്ലൂട്ടിനേഷൻ ആണ് ട്ടോ. അഗ്ലൂട്ടിനേഷൻ. എന്താണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ് രക്തഗ്രൂപ്പ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് അല്ലെ? എന്താണ് അഗ്ലൂട്ടിനേഷൻ എന്നാല്? എന്താണ്? അതായത് രോഗിയുടെ രക്തത്തിലെ ബോഡികളും ലബോറട്ടറിയിൽ തയ്യാറാക്കിയ പ്രത്യേക ആന്റിജനുകളും തമ്മിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അവ കൂട്ടം കൂടുകയോ കട്ടപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മാച്ച് ചെയ്യാത്ത ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ, അതായത് ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അഗ്ലൂട്ടിനേഷൻ. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലാണ് കേട്ടോ. ഇതിപ്പോ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഓപ്പറേഷൻ അമൃതുമായിട്ട് ബന്ധപ്പെട്ട 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലാണ് ഓപ്പറേഷൻ അമൃത് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 2012 കേരള സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തെരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതെന്നാണ് കേട്ടോ. കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങളാണ് 2012 കേരള സർക്കാർ തെരഞ്ഞെടുത്തത്. കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. അടുത്തത്, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ് ട്ടോ. തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ട്ടോ. ക്രിസ്ത്യൻ ഹൈജൻസ്. അടുത്ത, താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലാണ് ചോദിച്ചത്. ഇതിലേതാണ്? ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലാണ്. അടുത്തത്, കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് കിലോവാട്ട് അവർ? ഏതിൻ്റെതാണ്? ഊർജം അല്ലെങ്കിൽ എനർജിയുടേതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേരെന്നാണ് ട്ടോ. ISRO ദൗത്യത്തിന്റെ പേര്. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേരാണ് ചോദിച്ചത് കേട്ടോ. ഏതാണ്? സ്പാഡെക്സ് മിഷൻ ആണ് കേട്ടോ. സ്പാഡെക്സ് മിഷൻ. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ, റുദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണമാണ് എന്താണ് ഇതില്? റുദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം എന്തായിരുന്നു? സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള നിരീക്ഷണം. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമമാണ്? ആറ്റോമിക സംഖ്യ 120 ആണ് ഉള്ള മൂലകത്തിന്റെ IUPAC നാമം ഇതിലേതാണ്? ഏതാണ്? അൺബെലിനിയം ആണ് ട്ടോ. അൺബെനിലിയം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹം അല്ലാത്തവ ഏതെന്നാണ്? ഇതിൽ ഉപലോഹം അല്ലാത്തത് ഏതെന്നാണ്? ഏതാണ് ഉപലോഹം അല്ലാത്തത്? മെഗ്നീഷ്യം ആണ് കേട്ടോ. സിലിക്കണ്, ജെർമേനിയം, ടെലൂറിയം ഒക്കെ ഉപലോഹങ്ങളാണ്. മെഗ്നീഷ്യം ഉപലോഹമല്ല. ഓക്കെ. അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതെന്നാണ് കേട്ടോ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്. ഇതില് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊടുത്തത് ഓപ്ഷൻ ഡി ആയിരുന്നു.
അതായത് ജാൻ ടെല്ലർ മെറ്റൽ എന്നായിരുന്നു. പക്ഷെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും തർക്കമുള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്ന് കേട്ടോ. ഓണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞത് കേട്ടോ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നുള്ളത്. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ എന്താണ്, തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്ന് ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിലും ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. രണ്ടും ശരിയാണ് കേട്ടോ. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഇതിൽ ഗായത്രി സ്പിവാക് ആണ് കേട്ടോ. ഗായത്രി സ്പിവാക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക. ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് കേട്ടോ. ഇതിൽ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണെന്നുള്ളതാണ് കേട്ടോ. അതായത് 1 തെറ്റാണ്. വാസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാട്ടോ. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് എന്നാണ് കേട്ടോ. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്? ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, എന്ന് 2 തെറ്റാണെന്നുള്ളതാണ് ആൻസർ കേട്ടോ. ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് MS ധോണി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക എന്നാണ് കേട്ടോ. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്താൽ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. 2ഉം ശരിയാണ് കേട്ടോ. ഇനി 10 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നുള്ളതാണ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയുള്ള 20 ക്വസ്റ്റ്യൻസും ഈ ഒരു സിലബസിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് കേട്ടോ. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മലയാളത്തിൽ നിന്നുള്ളതാണ് നോക്കാം. ശരിയായ പദം ഏത്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതെന്നാണ് കേട്ടോ. 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള പദം ഏത്? ഏതാണ് ഇതിലെ ശരിയായിട്ടുള്ള പദം? ഓപ്ഷൻ ബി ആണ്. ആച്ഛാദനം എന്നുള്ളതാണ് ശരിയായി. ആച്ഛാദനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ആച്ഛാദനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഇതിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചത്. ഓപ്ഷൻ സി അശ്മകമാണ് കേട്ടോ. അശ്മകം. ബാക്കി അർവാവ്, കിങ്കിരം, അതുപോലെ സപ്തി, ഇവയൊക്കെ കുതിര എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് കേട്ടോ. കുതിരയുടെ പര്യായ പദങ്ങളാണ്, അശ്മകമല്ല. ഓക്കെ, 83ാമത്തെ ക്വസ്റ്റ്യൻ, ചുവപ്പ് എന്നതിന് സമാനമായ പദം ഏതെന്നായിരുന്നു കേട്ടോ ക്വസ്റ്റ്യന്. ചുവപ്പ് എന്നതിന് സമാനമായിട്ടുള്ള പദം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇതിൽ ഓപ്ഷൻ എ ലോഹിതമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ ക്വസ്റ്റ്യൻ. അത് താമസം എന്നതിന്റെ നാനാർത്ഥങ്ങളാണ്. താമസം എന്നതിന്റെ നാനാർത്ഥങ്ങൾ ഏതാണ്? ഏതൊക്കെയാണ് അർത്ഥങ്ങൾ? പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണമൊക്കെ താമസം എന്ന പദത്തിന്റെ നാനാർത്ഥങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എതിർലിംഗം ഏതുക? വിധവ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ് കേട്ടോ. വിധവ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? ഓപ്ഷൻ സി വിതുരനാണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ, അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ എന്ന ഈ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്നാണ്, ഈ ഒരു അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ് കേട്ടോ. ഏതാണ്? കാട്ടുകോയ്ക്കുണ്ടോ മകര സംക്രാന്തി. അടുത്തത്, കാപ്പു കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാപ്പു കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒരുങ്ങുക എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുകയാണ്. വെണ്മ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്?
ഇതില് വെൾ അധികം മാ എന്നാണുള്ളത്. ഇതായിരുന്നു ആൻസർ ആയിട്ട് വേണ്ടത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. 89ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഏതാണ്? എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം സുകരമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഓക്കെ, അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കാനായിട്ട് ഈ പദങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു വാക്യം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ള ക്രമം ഓപ്ഷൻ എ ആണ്. 2, 7, 3, 1, 4, 6, 5 ആണ് കേട്ടോ. അതായത് ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ട് കരകയറാൻ കഴിയുള്ളൂ എന്നാണ് കേട്ടോ. ഇതാണ് ശരിയായിട്ടുള്ള ക്രമം. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാട്ടോ. ഓക്കെ, ദ അസൈലന്റ് ഡാഷ് സെവറൽ പ്ലേസസ് ബിഫോർ ബീങ് അപ്രിഹെൻഡഡ് ബൈ ദ പോലീസ്. ഇവിടെ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഇവിടെ എന്താണ്? അസലയൻ ഡാഷ് സെവറൽ പ്ലേസ് ബിഫോർ ബീങ് അപ്രിഹെൻഡഡ് ബൈ ദ പോലീസ് ആണ് കേട്ടോ. ഇവിടെ എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? ഓപ്ഷൻ ബി, കോൾഡ് അറ്റ് ആണ്. ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോസ്. ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, ഡിഡിൻ സ്മോക്ക് ആണ് കേട്ടോ. അതായത് വേർഡ് ഡിപ്പോസിഷൻ ഇൻ ലീഗൽ കോണ്ടെക്സ്റ്റ് മീൻസ് ഐഡന്റിഫൈ ദ ഓപ്ഷൻ വിച്ച് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഈ ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ ലീഗൽ കോണ്ടെക്സ്റ്റ് മീൻസ് ഐഡന്റിഫൈ ദ ഓപ്ഷൻ വിച്ച് ഇസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻഡ് വേർഡ് ആയിട്ട് ഈ ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞ വേർഡ് ആയിട്ട് ഏത് മീനിങ് ആണ് സ്യൂട്ടബിൾ ആണെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട്. I will finish the task in no time dash. Use the most appropriate question. ഇവിടെ എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാനാണ്. വോണ്ട് ഐ ആണ് കേട്ടോ. The defense counsel was prevented dash submitting additional evidence dash the trial. ഇവിടെ ഏതൊക്കെയാണ് വേണ്ടത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ഫ്രമും ഡ്യൂറിങ്ങും ആണ് വേണ്ടത് കേട്ടോ. ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കില്ലിംഗ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ. ഓക്കെ, ചൂസ് ദ സ്യൂട്ടബിൾ അണ്ടർലൈൻ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻ. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഫിൽ ചെയ്യാനാണ്. ഓപ്ഷൻ ഡി ആണ്, ഫെമിസൈഡ് ആണ് കേട്ടോ. കംപ്ലീറ്റ് ദ കോമ്പിനേഷൻ യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ. ബോർ, സോ, ഗാൻഡർ. ഇവിടെ എന്താ വരുന്നത് ആൻസർ ആയിട്ട്? ഗൂസ് ആണ് കേട്ടോ. ഹൂ ഈസ് ഓർഗനൈസ്ഡ് ദ ചാരിറ്റി ഇവന്റ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. ടേൺ ഇൻ ടു പാസീവ് വോയിസ്. ഈ ഒരു വേർഡ് പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. ബൈ ഹൂം ഈസ് ദ ചാരിറ്റി ഇവന്റ് ബീങ് ഓർഗനൈസ്ഡ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് എന്ന് വരും. 99ാമത്തെ ക്വസ്റ്റ്യൻ, ദെയർ ഡിസ്കഷൻ ഓൾവേസ് എൻഡഡ് ഇൻ ഡിസഗ്രിമെന്റ്. ദെയർ ഡിസ്കഷൻ ഓൾവേസ് എൻഡഡ് ഡിസഗ്രിമെന്റ്. ഓക്കെ, ഡിസഗ്രിമെന്റ് പിക്ക് ഔട്ട് ദ ആന്റോണിം ഫോർ ദ അണ്ടർലൈൻ വേർഡ്. ഡിസഗ്രിമെന്റിന്റെ ആന്റോണിം ആണ് എന്താണ്? കൺസെൻസസ് ആണ് കേട്ടോ. 100ാമത്തെ ക്വസ്റ്റ്യൻ, ഈവൻ ദോ ഐ വാസ് ബിഗിനർ ഇൻ ദിസ് ഫീൽഡ് there had been my friend to show me the ropes. Identify the meaning of the underlined idiom. To show me the ropes എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയമിന്റെ മീനിങ് ആണ് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ടു ടീച്ച് ഓർ ഗൈഡ് സംവൺ എസ്പെഷ്യലി ഇൻ ന്യൂ ജോബ്. ഇതാണ് ആൻസർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റുകൾ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൂടെ തന്നെ പഠിച്ചു പോരട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.